السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, മദ്ഖൽ ഇല ടെക്നോളജി അൽ മാലൂമാത്തുൽ ഇത്തിസാലാത്ത് എന്ന പുസ്തകത്തിൽ ആറാമത്തെ ചാപ്റ്ററായ തിബാഅത്തു നസ്ഫിൽ മുസ്തനദ് എന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഡോക്യുമെൻറ്റിൽ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇംഗ്ലീഷ് അറബി ഭാഷ നമുക്ക് എങ്ങനെ മാറ്റാം, അതുപോലെ ഓരോ അക്ഷരത്തിൻ്റെയും വിരലുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഒരു ഫയൽ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പുതിയ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം എങ്ങനെയാണ്, പിന്നെ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, ടെക്സ്റ്റ് സൈസ്, അതുപോലെ അതിൻ്റെ കളർ ഫോർമാറ്റിംഗ്, ഇതെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് തൻസീഖുൽ ഫിക്ര, പാരഗ്രാഫ്, ഫോർമാറ്റിംഗ് ഓഫ് പാരഗ്രാഫ് ഫോർമാറ്റ് എങ്ങനെ നമുക്ക് നോക്കാം. ഈ തൻസീഖുൽ ഫിക്ര, ഒരു പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി നത്തബിയു അൽ ഖുത്വാത്തി താലിയ, താഴെ വരുന്ന സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. ലി തഗ്യീരി ഇത്തിജാഹിൽ ഫിക്രത്തി, ഒരു പാരഗ്രാഫിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മിൻ യസാർ ഇൽ യമീൻ ഔ എക്സി, റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും ചെയ്യുന്നതിന് വേണ്ടി ഫി ഖാനത്തുൽ ഫിക്ര, ഫിക്ര എന്ന് പറയുന്ന പാരഗ്രാഫ് എന്ന കോളത്തിൽ പറയുന്ന റൈറ്റ് ലെഫ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. നമ്മളിതിപ്പോൾ ഇതാണ് ഡയറക്ഷൻ്റെ, ഇതാണ് ഇപ്പോൾ ഇത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അറബിക്കാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ തിരിച്ചിങ്ങോട്ടായി, ലെഫ്റ്റ് ടു റൈറ്റായി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അറബിക്കിൻ്റെതാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷിൻ്റെ ശൈലിയിലേക്ക് മാറും, ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇവിടെ സ്വാഭാവിക ഡയറക്ഷൻ ഇങ്ങോട്ട് മാറുന്നുണ്ട്, അലൈൻമെൻറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നേരത്തെ പഠിച്ചതാണ്. രണ്ടാമതായിട്ട് ഇതിൽ തൻസീഖ് മുഹാദത്തുൽ ഫിക്ര, ഒരു പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് ഫോർമാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ജിഹത്തുൽ യമീൻ ഔ യസാർ ഔ തൗസീത്ത്, റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ സെൻട്രലൈസിങ് ഔ ലബ്ത്ത് ജസ്റ്റിഫൈ, ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്. നലഗത്തു അല മുഹാദാത്തി മുനാസബത്തി മുഹാദാത്തി മൗജൂദ ഫി ഖാനത്തുൽ ഫിക്ര, പാരഗ്രാഫ് എന്ന കോളത്തിൽ ഉള്ള അലൈൻമെൻറ്റ്, അനുയോജ്യമായ അലൈൻമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യണം. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഉള്ളത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇനി ഇങ്ങോട്ട് മാറ്റാം, ലെഫ്റ്റ് ടു റൈറ്റ് മാറുന്നുണ്ടല്ലേ, സെൻറ്ററാക്കാം, തൗസീത്ത് സെൻട്രലൈസ്, ഇത് റൈറ്റ് ടു ലെഫ്റ്റ്. പിന്നെ ജസ്റ്റിഫൈ ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കൂ, ഇവിടെ ഇങ്ങനെ വരിയുടെ അവസാനം ഭാഗം ഒരുമിച്ച് നിൽക്കുന്നില്ല. ജസ്റ്റിഫൈ കൊടുത്താൽ ഒരേപോലെ നിൽക്കും, അതാണ് പ്രത്യേകത. തൗസീത്ത് ആണ്, ജസ്റ്റിഫൈ ആണ്, ലബ്ത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഒരുപോലെയായി. ഇങ്ങനെ 4 ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് വല്ല ഇഖ്തിസാറാത്തുൽ മുഹാദാത്തുൽ ഫിക്ര, ഇതിന് ഒരു ഷോർട്ട് കീ ഉണ്ട്, കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓരോന്നിന് ഷോർട്ട് കട്ട് നോക്കൂ. കൺട്രോൾ R ആണ്, റൈറ്റിൻ്റെ R ഷോർട്ട് ഫോമാണ് റൈറ്റ്, കൺട്രോൾ R. യമീൻ യസാറിലേക്ക് മാറുന്നതിൻ്റെ കൺട്രോൾ L, ലെഫ്റ്റിൻ്റെ L ആണ്. തൗസീത്തിൽ നിന്ന് കൺട്രോൾ E ആണ്. അതേപോലെ സെൻട്രൽ ചെയ്യുന്നതിന് ലബ്ത്ത് കൺട്രോൾ J, ജസ്റ്റിഫൈൻ്റെ J ആണ്. ഇങ്ങനെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ കൺട്രോൾ E കൊടുക്കുന്നു, സെൻറ്ററായി. കൺട്രോൾ R, റൈറ്റ് ടു ലെഫ്റ്റായി. അതുപോലെ കൺട്രോൾ L, ലെഫ്റ്റ് ടു റൈറ്റ്. കൺട്രോൾ J, ജസ്റ്റിഫൈ. ഇങ്ങനെ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായി തൻസീഖ് തഅദാദ് നഖ്തി, ബുള്ളറ്റിംഗ് ഔ റഖ്മി, നമ്പറിംഗ്. ബുള്ളറ്റ് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഫിക്രാത്ത്, പാരഗ്രാഫിൽ നമുക്ക് ബുള്ളറ്റ് നമ്പറിംഗ് ചെയ്യാൻ സാധിക്കും. അത് എന്താ ചെയ്യേണ്ടത്? നല്ലകത്തു വല തഅദാദ് നഖ്തി, ബുള്ളറ്റിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഔ തഅദാദ് റഖ്മി, അല്ലെങ്കിൽ നമ്പർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഹസ്ബമാ നുരീദു, നാം ഉദ്ദേശിക്കുന്നതനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നഖ്താർ തിറാസൻ നഖ്തി അവർ റഖ്മി, നമ്മളവിടെയുള്ള ബുള്ളറ്റിൻ്റെയോ നമ്പറിങ്ങിൻ്റെയോ മോഡൽ, തിറാസുമാണ് മോഡൽ സ്റ്റൈൽ എന്നൊക്കെ പറയാം, നമുക്ക് സെലക്ട് ചെയ്യാം. മിൻ മക്തബത്തി റുമൂസ് നഖ്തിയ മക്തബത്തി അത്തർക്കീം അല്ലത്തി തദ്ഹറു ബിന്നഖ്രി അലാ അലാമത്തി ഇശാറത്തി ബിജാനബി സുറിൽ തഅദാദി അൻ നഖ്തി റഖ്മി. നമ്മുടെ ഇവിടെ പിന്നെ
നമ്പർ ബുള്ളറ്റിംഗ് ആൻഡ് നമ്പർ എന്നുള്ള ബട്ടൻ്റെ സൈഡിലായി കാണുന്ന ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുള്ളറ്റിൻ്റെയും നമ്പറിങ്ങിൻ്റെയും ഒരു മക്തബ, ഒരു ലൈബ്രറി തന്നെ തുറന്നു വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ പാരഗ്രാഫിൻ്റെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതാണ് ബുള്ളറ്റിൻ. ഈ ബുള്ളറ്റിൻ്റെ സൈഡിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. ഇതാണ് മക്തബ എന്ന് പറഞ്ഞത്. പല മോഡലിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്താൽ കണ്ടോ, ബുള്ളറ്റിൻ ഓരോ പാരഗ്രാഫിലും ബുള്ളറ്റിൻ വന്നു. ബുള്ളറ്റിൻ മാറ്റി കൊടുക്കാം. പല മോഡലുണ്ട്, കണ്ടതില്ലേ? നമുക്ക് മാറ്റാൻ പറ്റും. ഏത് മോഡലാണ് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള തിറാസ് മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതാണ് ബുള്ളറ്റിങ്ങിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ടിക്കിങ്ങൊക്കെ ചെയ്യാം. പിന്നെ നമ്പറിങ്ങിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. തൊട്ടടുത്തത് നമ്പറിങ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ മക്തബ വരും. നമ്പർ വന്നു. അതേപോലെ ഇനി ബ്രാക്കറ്റിൽ നമ്പറാണ്, ഇങ്ങനെ ബ്രാക്കറ്റിൽ നമ്പർ വരും. പിന്നെ ഇങ്ങനെ റോമൻ ലെറ്റർ അങ്ങനെ വരും. പിന്നെ ABCD അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ABCD വരും. ആൽഫബറ്റ് വരും. സ്മോൾ ലെറ്റർ വരും. ഇങ്ങനെ ധാരാളം മക്തബ വരുന്നുണ്ട്. റോമൻ ലെറ്ററിന് സ്മോൾ ലെറ്റർ ഇങ്ങനെ രൂപത്തിൽ നമുക്ക് ബുള്ളറ്റ് നമ്പർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഇതാണ് നമ്പറിങ് ബുള്ളറ്റ്, ഇതാണ് നമ്പറിങ്. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് നമുക്ക് നമ്മുടെ പാരഗ്രാഫുകൾക്ക് ബുള്ളറ്റിനോ നമ്പറോ കൊടുക്കാൻ സാധിക്കും. പിന്നെ നാലാമതായി വലി ഇൻഗാസിസ് മസാഫത്തുൽ ബാദിഅ നൽഗത്തു സുറലി ഇൻഗാസിൽ മസാഫത്തുൽ ബാദിൽ മൗജൂദ ഫി ഖാനത്തുൽ ഫിക്ര. ഇതാണ് ഇൻഗാസുൽ മസാഫ എന്ന് പറയുന്ന സംഭവം. അതായത് ഇൻക്രീസ് ഇൻഡൻ്റ് ആണ്. ഇൻക്രീസ് ഇൻഡൻ്റ്, ഇത് ഡിക്രീസ് ഇൻഡൻ്റ്. നമുക്ക് ഡിക്രീസ് ഇൻഡൻ്റ് നമുക്ക് ഇങ്ങോട്ട് സൈസ് കുറക്കാൻ സാധിക്കും. നോക്കൂ, ഇൻക്രീസ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പാരാഗ്രാഫ് മാറി വരുന്നുണ്ട്, സ്പേസ് കൂടി വരും. അതാണ് ഇൻക്രീസ്. പിന്നെ തിരിച്ച് ഡിക്രീസ് കൊടുക്കാം, ഇങ്ങോട്ട് തന്നെ ആവും. ഇങ്ങനെ നമുക്ക് ഇൻക്രീസ് ഡിക്രീസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വലിയ ഇൻഗാസ് മസാഫത്തിൽ ബാദിഅ ഡിക്രീസ് ഇൻഡൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽഗത്തുൽ സുറുൽ ഇൻഗാസുൽ മസാഫ അൽ ബാദിയ ഡിക്രീസ് ഇൻഡൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അൽ മൗജൂദ് ഫി ഖാനത്തുൽ ഫിക്ര, ഫിക്രയിൽ കാണുന്ന ഡിക്രീസ് എന്ന് പറയുന്ന ഇൻഡൻ്റിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിക്രീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഡിക്രീസ് കിടക്കുകയാണ്. ഇൻക്രീസ് കൊടുത്താൽ നമുക്ക് പിന്നെ ഡിക്രീസ് ആക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇൻക്രീസ് ചെയ്തു, പിന്നെ നമുക്ക് ഡിക്രീസ് കൊടുക്കാം, അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഡിക്രീസ്. അഞ്ചാമതായി തിരിച്ച് അല്ലെങ്കിൽ ജിയാത്തി മസാഫത്തിൽ ബാദിയ ഇൻക്രീസ് ഇൻഡൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നൽഗത്തു സുറുൽ ജിയാത്തുൽ മസാഫത്തിൽ ബാദിയ അൽ മൗജൂദ് ഫി ഖാനത്തുൽ ഫിക്ര, ഫിക്രയുടെ കോളത്തിലുള്ള ഇൻക്രീസ് ഇൻഡൻ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇൻക്രീസ്. ഇത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇവിടെ കൊടുത്താൽ ഇൻക്രീസും തിരിച്ച് ഇവിടെ കൊടുത്താൽ ഡിക്രീസും, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ. ആറാമതായി വലിയ തഗയ്യുർ തബാവുദ് ബൈൻ അസ്തുൽ ഫിക്ര. ഇനി പാരഗ്രാഫിൻ്റെ ലൈനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നൽഗത്തുൽ സുറുൽ ലഹ അതിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അൽ മൗജൂദ് ഫി ഖാനത്തുൽ ഫിക്ര, പാരഗ്രാഫ് എന്ന കോളത്തിൽ തന്നെയുള്ള ലൈൻ സ്പേസിൻ്റെ ഒരു ബട്ടൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ലൈൻ സ്പേസ്, ഇതാണ് പാരഗ്രാഫിൻ്റെ കോളം. അതിനകത്ത് ഇതാണ് ലൈൻ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലൈൻ സ്പേസ് ഇപ്പോൾ 1.25 അത് വേണമെങ്കിൽ 1 ആക്കാം, കുറഞ്ഞു കണ്ടോ. പിന്നെ 1.5, അതേപോലെ 2, അങ്ങനെ നമുക്ക് എത്രയും കൂട്ടാനോ കുറക്കാനോ സാധിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ പാരഗ്രാഫ് എന്ന കോളത്തിൽ കാണുന്ന ലൈൻ സ്പേസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുമല്ലെങ്കിൽ
ഔ മിൻ മുറബ്ബയിൽ ഹിവാർ ലിൽ ഫിക്ര നഖ്താൽ മിഖ്ദാൽ തബാദു ബൈന അസ്തറി. അതല്ലെങ്കിൽ ഫിക്ര എന്നുള്ള പാരഗ്രാഫ് എന്ന കോളത്തിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലൈൻ സ്പേസിൻ്റെ ഒരു ഹിവാർ മുറബ ഹിവാർ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ ചെയ്തതാണ്. ഇതിന് പകരം പാരഗ്രാഫ് എന്നുള്ള ഇതിലെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലൈൻ സ്പേസ് ഇവിടെ കാണിക്കും. മൾട്ടിപ്പിൾ നമുക്ക് സിംഗിളാക്കാം. ഓക്കെ, സിംഗിളായി അവിടെ മാറ്റാം. അതല്ലെങ്കിൽ ഈ ഇവിടെ ഇനി ഡബിളായി അങ്ങനെ ആ രൂപത്തിൽ. അപ്പോൾ ഒന്നുകിൽ ഇവിടെ മാറ്റാം, അതല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടെയും രണ്ട് ഓപ്ഷനും അവിടെ നമുക്കുണ്ട്. ഓക്കെ. ഏഴാമതായി തബാദുൽ ഫിക്റാത്ത്. ഇനി പാരഗ്രാഫുകൾക്കിടയിൽ ഇപ്പോൾ കണ്ടത് ലൈൻ സ്പേസ് ആണ്. ഇനി പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസുകൾ മാറ്റുന്നതിന് വേണ്ടി നലുകത്തുല അലാമത്ത് ഇസാറത്തിൽ മൗജൂദ ഫി ജാനിബുൽ യസാർ അസ്ഫൽ ലിഹാനത്ത് ഫിക്ര. ഫിക്രയുടെ ഇടത്ത് ഭാഗത്തുള്ള ഇടത്തെ കോണിലുള്ള, നമ്മളെ അറബി വേർഷനാണ് പറയുന്നത്, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് വേർഷൻ ആകുമ്പോൾ വലത്ത് ഭാഗത്തുള്ള നേരത്തെ കണ്ട പാരഗ്രാഫിൻ്റെ വലത് ഭാഗത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൽഹറു മുറബ്ബൽ ഹിവാൽ ഫിക്ര, അവിടെ പാരഗ്രാഫിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. നഖ്താർ മിഖ്ദാറിൽ തബാദു ബൈനൽ ഫിക്റാത്തി ഖബ്ലഹ ബഅദഹ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പാരഗ്രാഫിൻ്റെ മുമ്പും ശേഷവുമുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പേസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് വലതു ഭാഗത്ത് കാണുന്ന ആരോ, പാരഗ്രാഫിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന ആരോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കൂ, ബിഫോർ ആഫ്റ്റർ സ്പേസിങ്. അപ്പം ബിഫോർ ഇവിടെ 0 ആണ്, നമുക്ക് കൂട്ടി കൊടുത്ത് നോക്കാം. ഓക്കെ കൊടുത്തു. ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫിന് മുമ്പിൽ സ്പേസ് വന്നു. നേരത്തെ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇനി ആഫ്റ്റർ കൊടുക്കാം. ആഫ്റ്റർ നമുക്ക് ബിഫോർ കുറച്ച് കൂട്ടി കൊടുക്കാം, ആഫ്റ്റർ കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ. നമുക്ക് ലൈൻ സ്പേസും മാറുന്നില്ല. ആ സമയത്ത് ഈ പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലമാണ് മാറുന്നത്. ഇങ്ങനെ അകലം മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതിന് വേണ്ടിയാണ് നമ്മൾ പാരഗ്രാഫിൻ്റെ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. ഈ ഡയലോഗ് ബോക്സിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ബിഫോറും ആഫ്റ്ററും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അതാണ് പാരഗ്രാഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വലിയ തെളിയിൽ ഫിക്ര ഷെയ്ഡിങ് ഓഫ് ദ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്യാൻ പറ്റും. നലുകത്തു അലാ സുരിൽ ലഹു ഫി ഖാനത്തുൽ ഫിക്ര. ഷെയ്ഡിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഷെയ്ഡിങ് ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്യുക. ഫി ഖാനത്തുൽ ഫിക്ര വനഖ്താറു ലൗന തെളിയിൽ ഷെയ്ഡിങ് കളർ സെലക്ട് ചെയ്യാം. മിൻ കായ്മത്തി അൽവാൻ സിമാത്തി. തീം കളർ എന്നുള്ള മെനുവിൽ നിന്ന് നമുക്ക് ഷെയ്ഡിങ് കളർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷെയ്ഡിങ് എന്ന് പറയുന്ന ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തീം കളർ വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഒരു പാരഗ്രാഫ് ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഇതാണ് തെളിലിൻ്റെ ഓപ്ഷൻ. ഇതാണ്. ഇവിടെ നമ്മൾ ഈ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ തീം കളർ സെലക്ട് ചെയ്യാം. ഈ കളർ മാറ്റാം. ഓക്കെ, കളർ മാറി. ഇങ്ങനെ ആകുമ്പോൾ ഫോണ്ട് വായിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഫോണ്ട് കളർ മാറ്റി കൊടുത്താൽ മതി. ഫോണ്ട് കളർ വൈറ്റായി കൊടുത്താൽ ഫോണ്ടുകൾ വൈറ്റ്. അപ്പോൾ നിലയിൽ വൈറ്റ് നമുക്ക് പല മോഡൽ മാറ്റാം. ഇത് ഫോണ്ടിൻ്റെ കളർ മാറ്റാം. അതാണ് തീം കളർ. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് നമുക്ക് ആവശ്യമുള്ള മാറ്റം വരുത്തി കൊടുക്കാം. അത് ഏത് കളറാണ് വേണ്ടത് അത് കൊടുക്കാം. അത് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് തീം കളറുകൾ മാറ്റാൻ സാധിക്കും. ഇതാണ് തെളിയിൽ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു തഹദീദ് ബോർഡറിങ് ഫിക്ര. ഒരു ഫിക്ര ബോർഡർ കൊടുക്കാൻ വേണ്ടി
നദ്ഗത്തു അലാ സിർരിൻ ലഹു ഫീ ഖാനത്തിൽ ഫിക്ര വനഖ്താർ ജവാനിബുൽ ഹുദൂദ്. നമ്മൾ പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു. ഇതാണ് ബോർഡർ നമുക്ക് സെലക്ട് ചെയ്യാം. ആ പാരഗ്രാഫ് മാത്രം ബോർഡർ വന്നു, കണ്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഇനി വേണമെങ്കിൽ ബോർഡർ ഒഴിവാക്കിയിട്ട് ഒരു ഭാഗത്ത് മാത്രം ചെയ്യാൻ പറ്റും, അടിയിൽ മാത്രം. അടിയിൽ ബോർഡർ വന്നു. അതല്ലെങ്കിൽ ഇനി നമുക്ക് ടോപ്പിൽ മാത്രം, മുകളിൽ ബോർഡർ വന്നു. അതുമല്ലെങ്കിൽ പിന്നെ സൈഡിൽ ലെഫ്റ്റ് ബോർഡർ ഇവിടെ മാത്രം വന്നു. അതല്ലെങ്കിൽ ഇനി റൈറ്റ് ബോർഡർ ഓക്കെ. പിന്നെ മൊത്തം ബോർഡർ കൊടുക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷനും ഉണ്ട് ഇവിടെ. പിന്നെ ഇനി ബോർഡറൊന്നും വേണ്ടെങ്കിൽ നോ ബോർഡർ കൊടുത്താൽ ബോർഡർ ഒഴിവാകുകയും ചെയ്യും. നോ ബോർഡർ. ഇങ്ങനെ പാരഗ്രാഫിന് ബോർഡർ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് തഹ്ദീദ് ബോർഡറിങ് അൽ ഫിക്ര ഇത് അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായ ബോർഡർ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് വലിയ തർത്തീബി ഫിക്രാത്ത് തസാഉദിയൻ, അസെൻഡിങ് ഔ തനാസുലിൻ, ഡിസെൻഡിങ്. നമുക്ക് പാരഗ്രാഫിന് നമുക്ക് അസെൻഡിങ് ആയിട്ട് ഡിസെൻഡിങ് ആയിട്ട് നമുക്ക് ഓർഡർ ആക്കാൻ പറ്റും. അതായത് അസെൻഡിങ് എന്ന് പറയുമ്പോൾ തസാവുദി, അൽഫബറ്റിക് ആണെങ്കിൽ അലിഫ് മുതൽ യാ വരെ കയറി പോവുക, അതാണ് തസാവുദി. ഇംഗ്ലീഷ് ആണെങ്കിൽ A to Z. ഡിസെൻഡിങ് ആകുമ്പോൾ തനാസുൽ ഇറങ്ങി വരികയാണ്. എന്ന് പറഞ്ഞാൽ അറബി ആകുമ്പോൾ യാ മുതൽ താഴേക്ക് അലിഫ് വരെ ക്രമത്തിലാക്കുക. ഇംഗ്ലീഷ് ആകുമ്പോൾ Z മുതൽ താഴേക്ക് A മുതൽ ക്രമത്തിലാക്കുക. അതാണ് തർത്തീബ് തസാവുദി. അസെൻഡിങ് തർത്തീബ് തനാസുൽ, ഡിസെൻഡിങ് എന്ന് പറയുന്നത്. നദ്ഗത്തു അലാ സിർരിൻ ലഹു ഫിൽ ഖാനത്തിൽ ഫിക്ര, പാരഗ്രാഫ് എന്ന കോളത്തിൽ നമുക്കത് സെലക്ട് ചെയ്യാം. വനഖ്താർ നൗഅ തർത്തീബി വശുറൂത്തുൽ ഇദാഫിയ്യ ലിത്തർത്തീബി, നമ്മളതിൻ്റെ അസെൻഡിങ്ങിൻ്റെയോ ഡിസെൻഡിങ്ങിൻ്റെയോ നമ്മൾ അതിൻ്റെ ഓർഡർ സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള നിബന്ധന നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണെങ്കിൽ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ അസെൻഡിങ് കൊടുക്കുന്നു. അസെൻഡിങ് ഓക്കെ. ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഇവിടെ കാഫ് നേരത്തെ ഓർഡർ മാറി. കാഫ് ലാമ് മീമ് വാവ് ഓരോ ഫിക്രയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ അക്ഷരം നോക്കുന്നത് മനസ്സിലായല്ലോ. ഇവിടെ കാഫ് ലാമ് മീമ്. അൽഫ്ലാമാകുമ്പോൾ പരിഗണിക്കുക. അൽഫ്ലാമിന് ശേഷം മീമ പരിഗണിക്കുക. മീമ് മദ്ഹൻ്റെ മീമ്, വാവ് അത് വാവ്. കണ്ടോ, ഇതാണ് അസെൻഡിങ് എന്ന് പറയുന്നത്. മുകളിലേക്ക് കയറി പോവാണ്. ഇനി തിരിച്ച് ഡിസെൻഡിങ് ആക്കി നോക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഡിസെൻഡിങ് കൊടുക്കാം. ഡിസെൻഡിങ് ഓക്കെ. തിരിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ വാവ് മീമ് ലാമ് കാഫ് തിരിച്ചായി. അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്കാണല്ലേ. നേരത്തെ ഇവിടെ അങ്ങോട്ടാണ് പോയിരുന്നു. കാഫ് അങ്ങോട്ടാണ് പോയിരുന്നു, തിരിച്ചിങ്ങോട്ടായി. വാവ് ലാസ്റ്റ്, വാവ് തുടക്കം വരും. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസെൻഡിങ് അസെൻഡിങ് ആക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ തുടക്കം കാല അയിമത്ത് തുടക്കം, ലാസ്റ്റ് വന്നത് കാലബിന് ബെരിയാണ്. ഇനി തിരിച്ചാക്കുമ്പോൾ അസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചാവും. ആണോ, ഇപ്പോൾ കാലബിനു ബെരി ആദ്യം വന്നു, വക്കാലായ്മത്തു ലാസ്റ്റ് വന്നു. ഇതാണ് അസെൻഡിങ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തും പറയണ്ടായി, പിന്നെ ശുറൂത്തുൽ ഇലാഫിയ ലിത്തർത്തീബ്, അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിവിടെ സെലക്ട് ചെയ്താൽ ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇപ്പോൾ എക്സൽ മോഡലിലെ വല്ല കോളമൊക്കെ ആണെങ്കിൽ 2-3 കോളങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം ഒരു കോളം സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടുത്ത കോളം, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതങ്ങനെ കോളം ഇല്ലാത്തൊരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ആക്റ്റീവ് അല്ല. അപ്പോൾ അത്തരത്തിലുള്ള അഡീഷണൽ നമുക്ക് നിബന്ധന നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ അന്നസ്ഖു വൽ ഖസ്സു വൽ ലസ്ഖു, കട്ട് ആൻഡ് പേസ്റ്റ്. അന്നസ്ഖു വൽ ഖസ്സു കട്ട് ആൻഡ് പേസ്റ്റ്, വൽ ലസ്ഖു കോപ്പി. ഹാദാ തസ്ഖീലുൻ ലിനസ്ഖി ഔ ഖസ്സി നസ്സിൻ ഔ സൂറത്തിൻ. ഇത് ഒരു ടെക്സ്റ്റിനെ, ഒരു പിക്ചറിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക, അതിനുള്ള ഓപ്ഷനാണ്. ഓ ഐ ഷൈനാഹറ, അല്ലെങ്കിൽ ഏത് കാര്യം നമുക്ക് എന്ത് ചെയ്യുക, കട്ട് കോപ്പി പേസ്റ്റ്. അപ്പോൾ നസ്ഖ്
കോപ്പി, കസ്, കട്ട്, ലസ്ക്, പേസ്റ്റ്. വലസ്കിഹ ഫി മക്കാൻ ആഖർ, മറ്റൊരു സ്ഥലത്ത് നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫി നഫ്സിൽ മുസ്നദി, അതേ ഡോക്യുമെൻറ്റിൽ തന്നെ, ഫി മുസ്നദിൻ ആഖർ, അല്ലെങ്കിൽ മറ്റു ഡോക്യുമെൻറ്റ്. അൽ ഫർഖ് ബൈൻ നസ്ഖി വൽ കസ്സി, നസ്ഖിൻ്റെയും കസ്സിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം. എന്നാൽ കോപ്പി, കട്ട് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഹുവ നസ്സു ഔ സൂറത്തുൽ മൻസൂഖ യൂജദു നസ്ഖുഹ അസ്ലി. നസ്സാകും, എന്താണ് നസ്ഖാകും, കോപ്പി ആകുമ്പോൾ നമ്മൾ കോപ്പി ചെയ്യപ്പെടുന്ന ആ പിക്ചർ അല്ലെങ്കിൽ ടെക്സ്റ്റ് അത് അവിടെ തന്നെ അസല് ഒറിജിനൽ കോപ്പി അവിടെ അവശേഷിക്കും. അതേസമയത്ത് അമ്മൻ നസ്സു ഔ സൂറത്തുൽ മഖ്സൂസ, കട്ട് ചെയ്യപ്പെടുന്ന നെസ്സോ ടെക്സ്റ്റോ പിക്ചറോ ആണെങ്കിൽ ഫലായുജൽ നസ്ഖുഹ അൽ അസ്ലി, അസല് കോപ്പി ഉണ്ടാവില്ല, അത് കട്ടായി പോകും, പുതിയ കോപ്പി വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുവക്കിൽ നസ്ഖബൽ ലസ്കി, നമുക്ക് എങ്ങനെ കോപ്പി അതുപോലെ കട്ട് കോപ്പി അതുപോലെ കട്ട് എങ്ങനെ ചെയ്യാം, പേസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നസ്ഖ് കോപ്പി, ലസ്ക് പേസ്റ്റ്. അവൽ നുഹദ്ദദു നസ്ഖ സൂറത്തുൽ നസ്ഖി, നമുക്ക് കോപ്പി ചെയ്യാനുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചറോ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നൻകുറു ഫോക്കൽ നസ്ഖി, നമ്മൾ കോപ്പി എന്ന് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിൽ കസ് അല്ലെങ്കിൽ കട്ട് രണ്ടാമതൊന്ന് സെലക്ട് ചെയ്യാം. കട്ടാകുമ്പോൾ ഒഴിവാകും, കോപ്പി ആകുമ്പോൾ അതിൻ്റെ വേറെ കോപ്പി വരികയാണ് ചെയ്യുക. അൽ മൗജൂദൈനി ഫിൽ മജ്മുഅത്തിൽ ഹാഫില ക്ലിപ്പ് ബോർഡ്, ക്ലിപ്പ് ബോർഡിൽ കോളത്തിലുള്ള കസ് അല്ലെങ്കിൽ നസ്ഖ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ലമിന തബ്വീബ് അൽ ഖായിമത്തുൽ സഫത്ത് റൈസിയ, ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ക്ലിപ്പ് ബോർഡ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ കട്ട് അല്ലെങ്കിൽ കോപ്പി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. ഇതാണ് ഹോം പേജിൽ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കട്ട് കൊടുത്തു, അപ്പോൾ ആ ഭാഗം കട്ടായിപ്പോയി. നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. പേസ്റ്റായി കണ്ടോ, കട്ട് പേസ്റ്റ്. ഇനി അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ആക്കാം. കോപ്പി ആകുമ്പോൾ നമുക്ക് ഈ അസൽ കോപ്പി അവിടെ തന്നെ ഉണ്ടായിരിക്കും, കോപ്പി കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ തന്നെ എൻ്റർ ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കാം, പേസ്റ്റ്. അപ്പോൾ കാലായ്മത്തുള്ള പാരഗ്രാഫ് കൊണ്ട് ഇവിടെ വന്നു, 2 കോപ്പിയായി. അപ്പോൾ അതാണ് കട്ടും പേസ്റ്റും അതുപോലെ കോപ്പി പേസ്റ്റിന് വ്യത്യാസം. കട്ടാകുമ്പോൾ അസൽ കോപ്പി നഷ്ടപ്പെടും, അതേസമയത്ത് കോപ്പി ആകുമ്പോൾ അസൽ കോപ്പിൻ്റെ കൂടെ പുതിയൊരു കോപ്പി വരികയാണ് ചെയ്യുക. പിന്നെ ഇഖ്തിസാറുൽ നസ്ഖി കൺട്രോൾ സി വൽ ലക്സി കൺട്രോൾ എക്സ്, കട്ട് ചെയ്യാനുള്ള ഷോർട്ട് ഫോമാണ് കൺട്രോൾ എക്സ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നു, കീബോർഡ് വെച്ചിട്ട് കൺട്രോൾ എക്സ് കട്ടായി. ഇനി കോപ്പി ആണെങ്കിലോ കൺട്രോൾ സി, ഇപ്പോൾ കോപ്പി 2 ഓപ്ഷൻ ഉണ്ട്, കൺട്രോൾ സി കൺട്രോൾ എക്സ്. ഇനി എന്ത് ചെയ്യാം, നമ്മളത് പേസ്റ്റ് ചെയ്യണം. നദുവത്തുൽ മുഅസ്സിറ ഫിൽ മക്കാനില്ലതിന് ഉരീദുൽ ലസ്കൻ നസ്സി അവ സൂറത്തി, ആ ടെക്സ്റ്റിനെ അല്ലെങ്കിൽ പിക്ചറിനെ നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ കർസർ വെക്കുക. നൻകുർ ഫൗക്കൽ ലസ്കൽ മൗജൂദ് ഫിൽ മൗജൂദുൽ ഹാഫില, ക്ലിപ്പ് ബോർഡിലുള്ള പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലിമിൽ ഖായിമത്തുൽ സഫത്ത് റൈസിയ, ഹോം പേജിലുള്ള ക്ലിപ്പ് ബോർഡിൽ പോയി പേസ്റ്റ് ഉണ്ടായിരിക്കും. ഔ നദുവത്തു അൽ മഫ്താനി കൺട്രോൾ വി, ഷോർട്ട് ഫോമായിട്ട് കൺട്രോൾ വി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതാദ്യം കട്ട് ചെയ്യുന്നു, കൺട്രോൾ എക്സ്. പിന്നെന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് കൊടുക്കാം, പേസ്റ്റായി. അതല്ലെങ്കിൽ കൺട്രോൾ വി കൊടുത്താൽ മതി, കൺട്രോൾ സി ആണ് കോപ്പി, കൺട്രോൾ വി ആണ് പേസ്റ്റ്. ഇനി കട്ടാണെങ്കിൽ കൺട്രോൾ എക്സ് കട്ട്, കൺട്രോൾ എക്സ് കൺട്രോൾ വി പേസ്റ്റ്. ഇനി കോപ്പി ആണെങ്കിൽ കൺട്രോൾ സി പിന്നെ കൺട്രോൾ വി കോപ്പിയായി. അപ്പോൾ അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ടെക്സ്റ്റിനെയോ പിക്ചറിനെയോ നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അസൽ കോപ്പി നഷ്ടപ്പെടും, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അസൽ കോപ്പി ഉണ്ടാവുകയും അതിൻ്റെ കൂടെ പുതിയൊരു കോപ്പി വരികയും ചെയ്യും. ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ള. ഇതോടുകൂടി തബാത്തുൽ നസ്ബുൽ മുസ്തനദ് എന്നുള്ള ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത
ക്ലാസ്സിലായി നമുക്ക് ഇദ്രാജ് സൂറി വൽ ജദ്വൽ വൽ കായിനാത്ത് നമുക്ക് എങ്ങനെ പിക്ചർ അതുപോലെ ഒബ്ജക്ട്സ് ടേബിളൊക്കെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള ചർച്ച പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ക്ലാസ്സിന് അവസാനിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.